തിരുവനന്തപുരം നെടുമങ്ങാട് യുവാവ് ഷോക്കേറ്റ് മരിച്ചു. പനയമുട്ടം സ്വദേശി അക്ഷയ് എന്ന 19-കാരനാണ് മരിച്ചത്. കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടെ പൊട്ടിവീണ ലൈൻ കമ്പിയിൽ നിന്നാണ് ഷോക്കേറ്റത് എന്നാണ് ലഭിക്കുന്ന വിവരം. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരും. ഇന്ന് രാവിലെയോടുകൂടിയാണ് അതിദാരുണമായ അപകട വാർത്ത പുറത്ത് വരുന്നത്. വീണ്ടും KSEBയുടെ അനാസ്ഥയിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരം നെടുമങ്ങാടാണ് യുവാവ് ഷോക്കേറ്റ് മരിച്ചത്. പനയമുട്ടം സ്വദേശി അക്ഷയാണ് മരിച്ചത്. വിശദാംശങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തുണ്ട്. പ്രശാന്ത്, KSEBയുടെ അനാസ്ഥയിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു. മിഥുന്റെ ചിത കെട്ടടങ്ങും മുൻപാണ് മറ്റൊരു മരണം കൂടി. എന്താണ് സംഭവിച്ചത് പ്രശാന്ത്? രാശി, ഇന്നലെ രാത്രി 2 മണിയോടുകൂടിയാണ് സംഭവം നടക്കുന്നതാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത്. നെടുമങ്ങാടിന് സമീപത്ത് വെച്ച് പനയമുട്ടം എന്ന് പറയുന്ന ഭാഗത്ത് വെച്ചാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത്. ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന യുവാവിന് ഷോക്കേറ്റ് മരിക്കുകയായിരുന്നു. ഇലക്ട്രിക് ലൈൻ പൊട്ടിവീണ് റോഡിൽ കിടപ്പുണ്ടായിരുന്നു. ആ ഇലക്ട്രിക് ലൈനിൽ തട്ടിയാണ് ഷോക്ക് ഏറ്റതെന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് മരണപ്പെടുന്നത്. സംഭവ സ്ഥലത്ത് തന്നെ ഈ യുവാവ് അക്ഷയ് എന്ന് പറയുന്ന യുവാവാണ്. 18 വയസ്സ് മാത്രം പ്രായമുള്ള യുവാവ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് ബൈക്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്കായിരുന്നു അപകടം സംഭവിക്കുന്നത്. പോസ്റ്റ് ഒടിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. ആ പോസ്റ്റിൽ തട്ടി ലൈൻ കമ്പിക്ക് മുകളിലൂടെ വീണു എന്നാണ് നമുക്കിപ്പോൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. പനയമുട്ടം നെടുമങ്ങാടിന് സമീപം പനയമുട്ടം എന്ന് പറയുന്ന ഭാഗത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടായത്. അതിനുശേഷം യുവാവിനെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഒപ്പം 2 യുവാക്കൾ കൂടി സഞ്ചരിച്ചിരുന്നു. ആ 2 യുവാക്കൾ മറ്റു പരിക്കുകളൊന്നുമില്ലാതെ രക്ഷപ്പെടുകയും ചെയ്തു. ഇവർ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്നു. ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രദേശത്ത് മഴ ശക്തമായി ഉണ്ടായിരുന്നു. ആ മഴയുടെ സാഹചര്യത്തിൽ പോസ്റ്റ് ഒടിഞ്ഞു വീണതാണോ അതോ അല്ലെങ്കിൽ കാലപ്പഴക്കം ഉള്ള പോസ്റ്റാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും KSEBയുടെ ഭാഗത്തുനിന്ന് ഒരു അനാസ്ഥ എന്ന് നമുക്ക് പറയാം. കാരണം അതാണ് ഈ ഇലക്ട്രിക് ലൈൻ ഇത്രയും സമയം പൊട്ടി വീണിട്ട് പോലും KSEB ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ആരും അറിഞ്ഞതുമില്ല എന്ന് പറയുന്നതും അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. കാരണം ഇത്രയും ഈ ഭാഗം എന്ന് പറയുന്നത്, അതായത് ഈ അപകടം നടന്ന ഭാഗം എന്ന് പറയുന്നത് ഒരു മെയിൻ റോഡ് ഭാഗത്താണ് ഈ അപകടം നടന്നത്. നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന വഴി കൂടിയാണെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങളെല്ലാം അല്പസമയത്തിനുള്ളിൽ ലഭ്യമാകും. ഷോക്കേറ്റ് ഒരു മരണം കൂടി സംസ്ഥാനത്ത് സംഭവിക്കുന്നു എന്നതാണ്. അതും ഒരു കോളേജ് വിദ്യാർത്ഥിയാണെന്നാണ് ഇപ്പോൾ ഈ മരിച്ച അക്ഷയ് കോളേജ് വിദ്യാർത്ഥിയാണ് എന്നാണ് നമുക്ക് പ്രാഥമികമായിട്ടുള്ള ലഭിക്കുന്ന വിവരങ്ങൾ. തിരുവനന്തപുരത്ത് നെടുമങ്ങാടിന് സമീപം പനയമുട്ടം എന്ന് പറയുന്ന ഭാഗത്ത് വെച്ചിട്ടാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി, അതായത് ഇന്ന് പുലർച്ചെ 2:30 അടുപ്പിച്ചാണ് അപകടം സംഭവിക്കുന്നത്. ബൈക്കിൽ സഞ്ചരിച്ച യുവാക്കൾക്കാണ് അപകടം സംഭവിച്ചത്. വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, നമുക്ക് ഈ ചിത്രങ്ങളിൽ കാണാവുന്നത് ഒരു പോസ്റ്റ് ഒടിഞ്ഞ് റോഡിൽ കിടക്കുന്നുണ്ട്. അതായത് ഒടിഞ്ഞു വീണ പോസ്റ്റിൽ നിന്നായിരിക്കണം ഈ 19-കാരന് ഷോക്ക് ഏറ്റിട്ടുണ്ടാവുക. പ്രശാന്തിന്റെ ശ്രദ്ധയിൽ മറ്റൊരു വിഷയം കൂടി പെടുത്തുന്നത്, നാട്ടുകാർ പറയുന്നുണ്ട് ഇത് കാലപ്പഴക്കം ചെന്ന പോസ്റ്റ് ആണ് എന്ന്. രാഖി, പോസ്റ്റ് ഒടിഞ്ഞ് റോഡിൽ കിടക്കുകയായിരുന്നു. ആ പോസ്റ്റ് റോഡിൽ ഒടിഞ്ഞ് കിടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. യുവാക്കൾ ബൈക്കിലേക്ക് വരികയും ആദ്യം കണ്ണിൽ പെടാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ഈ വേഗത്തിൽ എത്തുന്നത് കൊണ്ട് തന്നെ തീർച്ചയായും, കാരണം അർദ്ധരാത്രി നടന്ന സംഭവമാണ്. പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ ചെറുപ്പക്കാരന്റെ മരണം സംഭവിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നമുക്ക് അധികം വെളിച്ചമൊന്നുമില്ലെങ്കിൽ റോഡിൽ കിടക്കുന്ന പോസ്റ്റ് ആ ചെറുപ്പക്കാരൻ കാണണമെന്നില്ല. അതുതന്നെയാണ് രാഖി. ഇത് ആദ്യം പോസ്റ്റ് ഒടിഞ്ഞു വീണത് കണ്ണിൽപ്പെട്ടില്ല. ചിലപ്പോൾ ഈ ജോലി കഴിഞ്ഞ് വരുന്ന സാഹചര്യത്തിൽ വേഗത ഉണ്ടായിരുന്നിരിക്കാം വാഹനത്തിന്. എന്തായാലും ആദ്യം ബൈക്ക് പോസ്റ്റിലേക്ക് ഇടിക്കുകയും പിന്നീട് മറിഞ്ഞു വീഴുകയും അല്ലെങ്കിൽ തട്ടി മറിഞ്ഞു വീണ് ലൈൻ കമ്പിക്ക് മുകളിലേക്ക് വീണതാകാം എന്നതടക്കമുള്ള പ്രാഥമികമായിട്ടുള്ള നിഗമനങ്ങൾ മാത്രമാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുക. കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ ഷോക്കേറ്റ് ഒരു മരണം കൂടി സംഭവിച്ചു എന്നതൊരു വലിയ ഗൗരവത്തോട്. കാരണം കഴിഞ്ഞ ദിവസം മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ ഒരു ഉത്തരവ് ഉണ്ടായിരുന്നു. കാരണം സംസ്ഥാനത്തെ സുരക്ഷിതമായ എല്ലാ ഇലക്ട്രിക് ലൈനുകളും സുരക്ഷിതമായോ എന്ന് പരിശോധിക്കണം, അടിയന്തരമായി പരിശോധിച്ച് ഇതിലൊരു റിപ്പോർട്ട് സമർപ്പിക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ കൊല്ലത്ത് തേവലക്കരയിൽ മരിച്ച മിഥുന്റെ മരണത്തോടനുബന്ധിച്ച് നടത്തിയ ഒരു ഉത്തരവായിരുന്നു. കാരണം ഈ സംസ്ഥാനത്തെ എല്ലാ ഇലക്ട്രിക് ലൈനുകളും
അതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ അടക്കമുള്ളവ സുരക്ഷിതമാണോ എന്ന് നിരീക്ഷിക്കാൻ ഒരു ഉത്തരവ് അധികൃതർക്ക് ഇറക്കിയിരുന്നു. അത് ആ ഉത്തരവിற்கு മണിക്കൂറുകൾ പിന്നിട്ടില്ല എന്ന് വേണം പറയേണ്ടിയിരിക്കുന്നത്. അടുത്തൊരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നു. ഇതിൽ ഏറ്റവും ഗൗരവത്തോടെ കാണേണ്ടത് ഈ ഒടിഞ്ഞു വീണ പോസ്റ്റുകൾ സപ്ലൈ ഉണ്ടായിരുന്നു എന്നതാണ്. എന്നിട്ട് എന്തുകൊണ്ട് ആരും അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഇത്തരമൊരു മെയിൻ റോഡിൽ ഒരു ഇലക്ട്രിക് ലൈൻ പൊട്ടി വീണിട്ട് മറ്റാരും അറിയാതെ പോയത് എന്തുകൊണ്ട് എന്നതടക്കമുള്ള ചില കാര്യങ്ങളും ചോദ്യചിഹ്നമായിട്ട് ഉയരുകയും ചെയ്യുന്നുണ്ട്. ഒരു 18-കാരൻ കൂടിയാണ് ദാരുണമായ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. അതും ഷോക്കേറ്റ് മരിക്കുന്ന ഒരു സാഹചര്യം അത് ഉണ്ടായിരിക്കുന്ന സംസ്ഥാനത്ത് അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഇത് ഈ വിഷയത്തെ കാണേണ്ടത്. എന്തായാലും ഈ അപകടം നടന്ന ഉടനെ തന്നെ ഈ അക്ഷയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയതിനു ശേഷം ആശുപത്രിയിൽ എത്തിച്ചെങ്കിൽ പോലും മരണം സംഭവിക്കുകയായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഉണ്ടായിരുന്ന 2 സുഹൃത്തുക്കൾ അവർ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലുണ്ട്. പോലീസ് കൂടുതൽ വിവരങ്ങൾ ഈ യുവാക്കളിൽ നിന്നും ശേഖരിച്ചു വരികയാണ്. എന്താ സംഭവം, എങ്ങനെയാണ് സംഭവിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചു വരികയാണ്. പോസ്റ്റ് എങ്ങനെ ഒടിഞ്ഞു വീണു എന്നതിന് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. കാരണം മഴ മൂലമാണോ എന്നടക്കമുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ തിരുവനന്തപുരം മേഖലയിലെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരം മേഖലയിലെല്ലാം ശക്തമായ മഴ ഉണ്ടായിരുന്നു. അതിന്റെ കൂടി കാരണമാണോ എന്നടക്കമുള്ളത് ഇനിയിപ്പം അറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും വിഷയത്തെ അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണേണ്ടത്. വീണ്ടും സംസ്ഥാനത്ത് ഷോക്കേറ്റ് ഒരു മരണം കൂടി ശരി സംഭവിച്ചിരിക്കുന്നു. പ്രശാന്ത്, തിരുവനന്തപുരം നെടുമങ്ങാടാണ് യുവാവ് ഷോക്കേറ്റ് മരിച്ചു എന്ന വാർത്ത വരുന്നത്. പനയമുട്ടം സ്വദേശി അക്ഷയ് എന്ന യുവാവാണ് മരിച്ചത്. വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ കൂടി KSEB അനാസ്ഥയിൽ പൊലിഞ്ഞിരിക്കുന്നു. ഒരു കോളേജ് വിദ്യാർത്ഥിയാണ് എന്നാണ് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം. എന്തായാലും ഇന്നലെ രാത്രി അർദ്ധരാത്രി അല്ലെങ്കിൽ പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടെ പൊട്ടിവീണ ലൈൻ കമ്പിയിൽ നിന്നാണ് ഷോക്ക് ഏൽക്കുന്നത്. വളരെ ദാരുണമായ ഒരു വാർത്തയാണ് രാവിലെ തന്നെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത്. പ്രശാന്ത് ശങ്കർ മംഗലത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.